ഫാത്തിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ അലി തങ്ങൾ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ഹൃദയം തകർന്ന പോലെ, കണ്ണുനീർ നിയന്ത്രിക്കാനാവുന്നില്ല. വിതുമ്പിക്കൊണ്ട് അലി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, എല്ലാവരും പിരിയേണ്ടവരാണ്. പക്ഷേ നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അതേസമയം അലി തങ്ങൾ ചിന്തിക്കുകയാണ്, കൊടും ദാരിദ്ര്യത്തിലും പട്ടിണിയിൽ പോലും ഒരു പരാതിയും പറയാതെ എൻ്റെ കൂടെ നിന്നവൾ, തനിക്ക് തൻ്റെ പൊന്നോമനകളെ സമ്മാനിച്ച, അതിലുപരി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്റെ പൊന്നുമകൾ ഫാത്തിമ തന്നെ വിട്ട് പിരിയുകയാണ്. ഫാത്തിമ ബീവി മക്കളെ മടിയിലിരുത്തി. ഒന്നും അറിയാതെ തൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന മക്കളെ കണ്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതൊക്കെ കണ്ടുകൊണ്ടാവാം ആകെ വേവലാതിപ്പെട്ടിരിക്കുകയാണ് അലി റളിയല്ലാഹു തങ്ങൾ. ഫാത്തിമ പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഒരുപാട് വിഷമിക്കും. അതുകൊണ്ട് യത്തീം മക്കൾ എവിടെ കണ്ടാലും ചേർത്ത് പിടിക്കണം. കൂടെ എന്നെ ഓർക്കുകയും വേണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാത്തിമ മുറിയിലേക്ക് കടന്നുപോയി. ഒരുപാട് സമയം ദിക്കറുകളിലും സ്വലാത്തിലുമായിട്ട് ഇരിക്കുകയാണ് ഫാത്തിമ ബീവി. വേദന സഹിക്കാൻ വയ്യാതെ അലി തങ്ങൾ പള്ളിയിലേക്ക് നടന്നു. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു ഫാത്തിമ ബീവി. അവരുടെ വിവാഹവും അവരുടെ പ്രണയവും ഒക്കെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കഥകളിൽ ഒന്നായിരുന്നു.